ഏഞ്ചൽ ഡയറീസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകണത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് തായ്ലൻഡ് പട്ടായയിൽ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള ടൈഗർ സൂവിലോട്ട് പോയി അവിടെ ടൈഗറിനെ തൊട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എനിക്ക് പേടിയൊക്കെ ആവുന്നുണ്ട്. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോണത്, ചേട്ടന്മാർ ഒരു വണ്ടിയിലും ചേച്ചിമാർ ഒരു വണ്ടിയിലും. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ടൈഗർ സൂവിൽ വെച്ച് കാണാം. അപ്പം അടുത്തായിട്ട് ഞങ്ങൾ കാണാൻ പോയത് ക്രോക്കഡൈൽ ഷോ ആണ്. അടിപൊളിയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ വിചാരിച്ചില്ല അവർ ഇത്ര അടിപൊളിയായിട്ട് ട്രെയിൻ ചെയ്യുമെന്ന്. ഭയങ്കര അത്ഭുതമായിരുന്നു, വെറൈറ്റി ആയിട്ട് അടിപൊളിയായിരുന്നു ക്രോക്കഡൈൽ ഷോ. അപ്പോൾ നിങ്ങൾക്ക് ക്രോക്കഡൈൽ ഷോ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇനി അടുത്തതായിട്ട് നമ്മൾ പോണത് ടൈഗർ ഷോയിലോട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഷോ ഒക്കെ ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഹോട്ടൽ സെന്താരയിലാണ് ബുക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ മടുത്തിരിക്കുവാണ്, ഭയങ്കരമായിട്ട് മടുത്തിരിക്കുക, വിശന്നിട്ട് വയ്യ. ഹലോ ഗൈസ്, നമ്മൾ നമ്മുടെ പട്ടായ ഹോട്ടൽ റൂമിൽ എത്തിയിട്ടുണ്ട്. സോ ഫൈനലി നമ്മൾ എത്തിയിരിക്കണു. ഇത് നമ്മുടെ 2 റൂം കണക്റ്റഡ് ആണ്. ഒരെണ്ണം പാരൻസ് റൂമും ഒരെണ്ണം കിഡ്സ് റൂമും. അപ്പോൾ നമുക്ക് ആദ്യം കിഡ്സ് റൂം കാണാം. ഇതാണ് കിഡ്സ് റൂം. ഇതിൽ വലുതായിട്ടൊന്നുമില്ല. പിന്നെ ഒരു സീനറി ഉണ്ട്. ഇവിടെ നിന്ന് വെച്ചാൽ അങ്ങോട്ട് ഒരു പൂളാണ്, വലിയ പൂളാണ്. നമുക്കത് പിന്നെ നോക്കാം. പിന്നെ നമുക്ക് TV ഉണ്ട്, ഒരു മിററുണ്ട്. ഇതാണ് പാരൻസ് റൂം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ റൂമിൽ കൂടെ പുറത്തോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ. നല്ല രസമായിരുന്നു സ്വിമ്മിംഗ് പൂള് കാണാൻ. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ആ സ്വിമ്മിംഗ് പൂളൊന്ന് ചാടിയാൽ മതിയെന്നായിരുന്നു. നല്ല രസമല്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായിട്ട് ഇപ്പോൾ ഈവനിങ് ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ പുറകിൽ വലിയൊരു കഥയുണ്ട്. തായ്ലൻഡിനെ പണ്ട് മുതൽ പറഞ്ഞിരിക്കുന്നത് കിഴക്കിൻ്റെ വെന്നീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് തായ്ലൻഡിനെ. അപ്പോൾ അവിടെ കടകളൊക്കെ ആൾക്കാർ പോകുമ്പോൾ അവർ വെള്ളത്തിൽ കൂടെയാണ് പോയിരുന്നത്. ഇപ്പോൾ തായ്ലൻഡ് ഡെവലപ്പായി റോഡും ബിൽഡിങ്ങും ഒക്കെ വന്നു. പക്ഷേ ഇപ്പോഴും തായ്ലൻഡിൻ്റെ ആ പണ്ടത്തെ ഓർമ്മകൾ ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളവിടെ കാണുന്ന കാഴ്ചകൾ. എന്ത് രസമായിരുന്നു, കണ്ടപ്പോൾ തന്നെ കൊതിയായി എനിക്ക്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര രസമായിട്ടാണ് അവർ
ഒത്തിരി രസമായിട്ടാണ് അവർ ഈ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചേക്കണത്. ഈ പേപ്പർ കപ്പൊക്കെ വെച്ച് തന്നെ എന്തോരം ക്രാഫ്റ്റൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ബോട്ടിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അവിടെ സാധനങ്ങൾ വാങ്ങാൻ കടകളുടെ ഫ്രണ്ടിൽ അവർ നിർത്തി തന്നു. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. നല്ല രസമായിരുന്നു അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ. അടിപൊളി സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു രാത്രിയത്തെ ഡിന്നർ ഇച്ചിരി വെറൈറ്റി ആക്കാമെന്ന്. അപ്പം ഞങ്ങൾ ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്നൊരു സ്ഥലത്ത് പോയി. അപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് ഭയങ്കര മധുരമാണ് ഇതിനൊക്കെ. മധുരം ആഡ് ചെയ്താണോന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല മധുരമാണ്. നമ്മൾ മാങ്ങ ഓർന്ന് പറയുമ്പോൾ തന്നെ അവർ കട്ട് ചെയ്ത് കവറിലാക്കി നമുക്ക് തരും. ഇവിടെ പിന്നെ ഞങ്ങൾ ക്രോക്കഡൈലിനെയൊക്കെ തിന്നു. എല്ലാവർക്കും കുറേ ഒന്നും കിട്ടിയില്ല, എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി ഇച്ചിരിയായിട്ട് കിട്ടി. പിന്നെ പോർക്കിൻ്റെ തന്നെ കുറേ അവിടെ വെറൈറ്റികൾ ഉണ്ടായിരുന്നു. നല്ല നീറ്റാണ്, മണമൊന്നുമില്ല. ഇവിടെ കൂടുതൽ അവർ മസാലയൊന്നുമില്ല, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. അവർ കുറച്ച് മസാല ആഡ് ചെയ്യാറുള്ളൂ. എന്നാലും കുഴപ്പമില്ലാത്ത കുറച്ച് ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വലിയൊരു നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ഇവർ വലിയൊരു ഗ്രൗണ്ടിൻ്റെ അകത്ത് ചെറിയ ചെറിയ തട്ടുകട പോലെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ലൈറ്റും പിന്നെ നമുക്ക് അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇരുന്ന് കഴിക്കാൻ ഒരു സ്ഥലം, ചെയറ്, ടേബിള് എല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് അത്രയും നല്ല ഇഷ്ടമായി. ഒരു കടയിൽ ചെന്നപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. അവിടെ ഈ പുഴുവിനെയും പാറ്റേനെയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഞാൻ അതൊന്നും ടേസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.